ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 150. ഇന്ന് നമ്മൾ നോക്കുന്ന കാണ്ഡം 4 അനുവാകം 7 സൂക്തം 32. ഇതിലും മഞ്ഞുവിനെ പറ്റി തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞതിൽ നമ്മൾ കണ്ട അതേ കാര്യം പിന്നെയും എടുത്തു പറയുകയാണ്. മഞ്ഞു എന്നത് രുദ്രന്മാരിൽ 11 പ്രധാനപ്പെട്ട രുദ്രന്മാരിൽ ഒരാളാണ്, അല്ലെങ്കിൽ പ്രധാനിയാണ് എന്ന് പറയുന്നത്. രുദ്രന്മാരാരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ശേഷം മാത്രമേ ഇതിന് നമുക്കൊരു വ്യക്തത വരികയുള്ളൂ. അത് നമ്മൾ വേദങ്ങളെ അടുത്ത് ബ്രഹ്മം തൊട്ട് വിവരിക്കുമ്പോൾ രുദ്രന്മാരെയെല്ലാം സയൻസിലൂട്ട് തന്നെ നമ്മൾ കാണും. പക്ഷേ മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. കഴിഞ്ഞതിൽ നമ്മൾ കണ്ടു ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്ന രുദ്രന്മാരിൽ നിന്നാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തിൽ നിന്നാണെന്ന് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും എന്തായിരിക്കുമെന്ന്, അതിൽ മഞ്ഞു എന്താണെന്ന്. അപ്പോൾ പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായോ അതാണ്, അതിൻ്റെ അടിസ്ഥാന തത്വമാണ് രുദ്രന്മാർ. അതിൽപ്പെട്ടതാണ് ഈ മഞ്ഞു. അപ്പോൾ ഇനി അതിലൂടെ ഇവിടെ എന്താണ് വേറെ പറയുന്നതെന്ന് നോക്കാം. കഴിഞ്ഞതിൽ പറഞ്ഞതിൽ നിന്നും കുറച്ചും കൂടി കടത്തി പറയുകയാണ്. നമുക്കത് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 4 അനുവാകം 7 സൂക്തം 32. ഋഷി ബ്രഹ്മസ്കന്ധ, ദേവത മഞ്ഞു, ഛന്ദസ് തൃഷ്ടുപ്പ് ജഗതി. യസ്തേ മഞ്ഞോ വിദധ്വജ്ര സായക സഹ ഓജഃ പുഷ്യതി വിശ്വമാനുഷക് സാഹ്യാമ ദാസമാര്യം ത്വയായുജാ വയം സഹസ്കൃതേന സഹസാ സഹസ്വതാ മഞ്ഞുരിന്ദ്രോ മഞ്ഞുരേവ സദേവോ മഞ്ഞുരുഹോതാ വരുണോ ജാതവേദാഃ മഞ്ഞുരുവിഷയിടതേ മാനുഷീര്യഃ പാഹിനോ മഞ്ഞോ തപസ്സാ സജോഷാഃ അഭീഹി മഞ്ഞോ തപസസ്തവീയാൻ തപസാ യുജാ വിജഹി ശത്രൂൻ അമിത്രഃ വൃത്രാഃ ദസ്യുഃ ച വിശ്വാ വസൂന്യന്യാരോ ത്വം നഃ ത്വം ഹി മഞ്ഞോ അഭിഭൂത്യോജാഃ സ്വയം ഭൂരിഭാമോ അഭിമാദിഷാഃ വിശ്വചർഷണിഃ സഹുരിഃ സഹീയാനസ്മാ സ്വോജഃ പ്രധാനോ സുധേഹി അഭാഗഃ സന്നപ പരതോ അസ്മിൻ തവ കൃത്വാ തവിഷസ്യ പ്രചേതഃ തം ത്വമന്യോ അക്രതുരുജിഹീഡാഹം സ്വാ തനൂർബലദാവ ന ഏഹി അയം തേ അസ്മ്യുപ ന ഏഹ്യരുവാങ് പ്രതീചീനഃ സഹുരേ വിശ്വദാവൻ ന്യോ വിജൃന്നഭി ന ആ വവൃസ്വ ഹനാവദസ്യും രുത ബോധ്യാപേഹേ അഭിപ്രേഹി ദക്ഷിണതോ ഭവാനോധാ വൃത്രാണി ജഘ്നാവ ഭൂരിഃ ജുഹോമി തേ ധരുണം മധ്വാ അഗ്രമുഭാവുപാംശു പ്രഥമ പിബ വ. ഭാവാർത്ഥം: മഞ്ഞുവിനെ സേവിക്കുന്നവൻ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള ബലം നേടുകയും ക്ഷീണിത ശത്രുക്കളെ കീഴ്പ്പെടുത്തുകയും ചെയ്യും. ഇന്ദ്രനും സമസ്ത ദേവതകളും മഞ്ഞു ആകുന്നു. അഗ്നിയും വരുണനും എല്ലാം മഞ്ഞുവാണ്. ആ മഞ്ഞുവിനെ ജനങ്ങൾ സ്തുതിക്കും. കാരണം എല്ലാം മഞ്ഞുവിലൂടെയാണ് ഉണ്ടായത്. ശത്രുക്കളെ വധിച്ച് ഈ മഞ്ഞു നമ്മുടെ ദുഃഖമകറ്റും. അതിലൂടെ അവരുടെ ധനം നമുക്ക് ലഭിക്കും. ആത്മാവിൽ ജ്വലിക്കുന്ന അങ്ങ് ലോകദ്രഷ്ടാവാണ്. ശത്രുക്കളെ അങ്ങ് വശീകരിക്കുന്നു. എല്ലാ മനുഷ്യരും മഞ്ഞുവിൻ്റെ അധീനതയിലാണ്. നമ്മുടെ യുദ്ധത്തിൽ അങ്ങ് ഞങ്ങളുടെ ബലമാണ്. ഈ മഞ്ഞുവിനെ സ്തുതിക്കാത്ത കാലത്ത് ഞങ്ങൾ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുമ്പോൾ നിങ്ങൾ ശത്രുക്കളുടെ നേരെ പായുക.
നമുക്ക് ഒരുമിച്ച് ശത്രുക്കളെ നേരിടാം. അങ്ങ് ഞങ്ങളുടെ മഹത്വത്തിനായിക്കൊണ്ട് ഞങ്ങളുടെ ദക്ഷിണ ഭാഗത്ത് നിലയുറപ്പിക്കുക. അതിലൂടെ ശത്രുക്കൾ പൂർണ്ണമായിട്ട് നശിക്കട്ടെ. ഞാൻ അതിനായി സോമരസത്താൽ ആഹൂതി നൽകുന്നു. നമുക്കൊരുമിച്ച് തന്നെ ആ സോമരസം പാനം ചെയ്യാം. മന്നുവിനെ സേവിക്കുന്നവർ ശത്രുക്കളെ പരാജയപ്പെടുത്തുവാനുള്ള ബലം നേടുകയും ക്ഷീണിതരായ ശത്രുക്കളെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പം നമ്മളൊരു ശത്രുക്കളെ നേരിടുമ്പോൾ, അത് യുദ്ധത്തിലുള്ള ശത്രുക്കളെ നേരിടുകയാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണ് നമ്മൾ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഇരുമ്പ് അടിച്ച് പരത്തുന്നുണ്ടെങ്കിൽ ആ ഇരുമ്പിന് എതിർക്കുന്നുണ്ട്, നമ്മളെ പരത്തിയെടുക്കുന്നതിന് എതിർക്കുന്നുണ്ട് അത്. അപ്പം അതിനെതിരായിട്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ആ എതിർപ്പിനെ, ആ ശത്രുതയെ, ഇരുമ്പിൻ്റെ ശത്രുതയെ മറികടന്നുകൊണ്ടാണ് നമ്മൾ പരത്തിയിട്ട് നമ്മളെ വേണ്ട ഷേപ്പായിട്ട് എടുക്കുന്നത്. അപ്പം അവിടെയെല്ലാം രുദ്രന്മാരാണ് നമുക്ക് ബലം നൽകുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ എന്താണ് രുദ്രന്മാരെന്ന് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പോൾ സയൻസ് അറിയാത്തവർക്ക് കുറച്ച് പ്രയാസമായിരിക്കും, അത് പിന്നീട് നമുക്ക് വേദങ്ങളിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ശത്രുക്കൾ ക്ഷീണിതരാകും, കീഴ്പ്പെടുത്താൻ പറ്റും. അപ്പോൾ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എതിർപ്പുകൾ കീഴ്പ്പെടുത്തും. നേരെ മറിച്ച് ഒരു യുദ്ധത്തിൽ ശത്രുവിൻ്റെ നേരെ ആയുധം പ്രയോഗിക്കുകയാണെങ്കിൽ ആയുധത്തിലുള്ളതും രുദ്രൻ തന്നെയാണ്, ഈ മഞ്ഞുവെല്ലം തന്നെയാണ്. അതാണ് അവിടെ ശത്രുക്കളെ വധിക്കാനെല്ലാം സഹായിക്കുന്നത്. ഇതെല്ലാം വെച്ചുകൊണ്ട് വേണം നമ്മൾ സയൻസിലോട്ട് എന്താണ് ഈ മഞ്ഞു എന്ന് മനസ്സിലാക്കാൻ. ഇന്ദ്രനും സമസ്ത ദേവതകളും മഞ്ഞു ആവുന്നു. അപ്പം ഇവിടെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മഞ്ഞുവാണ്. കാരണം മഞ്ഞുവിൽ നിന്നാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രനും എല്ലാ ദേവതകളും എല്ലാം മഞ്ഞുവിനാലാണ് ഉണ്ടായിരിക്കുന്നത്. അഗ്നിയും വരുണനുമെല്ലാം മഞ്ഞുവാണ്. അപ്പം എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മഞ്ഞുവാണെന്ന് പറയുകയാണ്. നേരത്തെ എല്ലാം ബ്രഹ്മമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടുത്ത സ്റ്റേജിലാണ് മഞ്ഞുവാണെന്ന് പറയുന്നത്. ആധുനിക സയൻസിൻ്റെ നിലയിൽ മഞ്ഞുകളിലാണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത്. ആ മഞ്ഞുവിനെ ജനങ്ങൾ സ്തുതിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കണം. ആ മഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കണം. അതിനെ കൊണ്ട് എന്തെല്ലാം കഴിവുകളുണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനുകൂലമായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുക. കാരണം എല്ലാം മഞ്ഞുവിലൂടെയാണ് ഉണ്ടായത്. ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് അതിലൂടെയാണെന്ന് പറയുകയാണ്. അപ്പോൾ പ്രപഞ്ചം ഏതിനെ കൊണ്ടെല്ലാമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് തന്നെയാണ് മഞ്ഞു. പക്ഷേ സയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമുക്ക് മഞ്ഞു എന്നെല്ലാം തോന്നുമ്പോൾ എന്തോ ഒരു കണ്ണുമൂക്കുള്ള എന്തെല്ലോ ആയിട്ടെന്നെല്ലാം തോന്നും. ശത്രുക്കളെ വധിച്ച് ഈ മഞ്ഞു നമ്മുടെ ദുഃഖമകറ്റും. നമ്മുടെ എല്ലാ കർമ്മങ്ങളും, ഏത് പ്രതിബന്ധങ്ങളെയും മറികടക്കുന്നത് മഞ്ഞുവിലൂടെയാണ്. ദുഃഖമകറ്റുക. ഇപ്പം നമുക്ക് അവിടെ പോകണം, ഒന്ന് ആകാശത്ത് നമുക്കൊന്ന് ചന്ദ്രനിൽ പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ മഞ്ഞുവിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ആ ദുഃഖമെല്ലാം മാറ്റിയിട്ട് നമുക്ക് എവിടെ പോകാം, ചന്ദ്രനിലും പോകാം. പിന്നെ പണമെല്ലാം വേണ്ടി വരും, അത് വേറെ കാര്യം. എന്നാലും നമുക്കൊന്ന് ആകാശത്തോട്ട് പറക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. ദുഃഖിച്ചിരിക്കുകയാണ്, പക്ഷികളെല്ലാം പറന്നുകൊണ്ട് പോവുകയാണ്, നമുക്ക് മാത്രം പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മഞ്ഞുവിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലെയിനുകളെല്ലാം ഉണ്ടാക്കിയിട്ട് ആകാശത്ത് പറക്കാം. നമ്മളത് പറന്നുകൊണ്ട് പോവുകയാണ്. നമ്മളെ ദുഃഖങ്ങളെല്ലാം അകറ്റാം. ദുഃഖം ഒരു കാര്യം സാധിക്കാതിരിക്കുമ്പോഴാണ് ദുഃഖം ഉണ്ടാകുന്നത്. എന്ത് കാര്യം സാധിക്കണ്ടെങ്കിലും ഈ മഞ്ഞു, കാരണം പ്രപഞ്ചത്തിലുള്ള എല്ലാം മഞ്ഞുവാണെങ്കിൽ അതിലൂടെ തന്നെ നമുക്ക് സാധിപ്പിച്ച് എടുക്കാം. അതിലൂടെ അവരുടെ ധനം നമുക്ക് ലഭിക്കും. ഇപ്പോൾ ശത്രുക്കളെ, നമുക്ക് തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് നമുക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യുമ്പോൾ അതിന് ഫലം കിട്ടുമല്ലോ. ആ ഫലം നമുക്ക് കിട്ടും. ഉദാഹരണമായിട്ട് നമ്മൾ പാടുപെട്ടിട്ട് എന്തെങ്കിലും ചെടി നടുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് പഴങ്ങളെല്ലാം നമുക്ക് കിട്ടും, ധനം ലഭിക്കും. അപ്പം അവിടെ കർമ്മം ചെയ്യുന്നതിലും ചെടി നടുന്നിടത്തും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഈ സംഗതി ഉപയോഗിച്ചിട്ടാണ്. പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ട് അത് മഞ്ഞുവാണ്. അതിനപ്പം പ്രപഞ്ചത്തിലുള്ള വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എന്തെങ്കിലും വേറെ ഒന്നെല്ലാം ഉണ്ടാക്കിയിട്ട് അനുഭവിക്കുന്നത്. ആത്മാവിൽ ജ്വലിക്കുന്ന അങ്ങ് ലോകദൃഷ്ടാവാണ്. ആത്മാവിലും നമ്മളെ ജ്വലിക്കുന്നത്, നമ്മൾ ആത്മാവ് എന്നതിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ എല്ലാം ഉള്ളത് ഈ മനുവാണ്. ലോകം മുഴുവൻ അത് വ്യാപിച്ച് കിടക്കുകയാണ്.
ശത്രുക്കളെ അങ്ങ് വശീകരിക്കുന്നു. ഏത് തടസ്സങ്ങളെയും മറികടക്കാൻ നമുക്ക് ഇതിനെ തന്നെയാണ് ആശ്രയിക്കേണ്ടത്. അപ്പം വെടിമരുന്നെല്ലാം ഉപയോഗിച്ചിട്ട് ശത്രുക്കളെ നേരിടുന്നുണ്ടെങ്കിൽ ആ വെടിമരുന്ന് മഞ്ഞ് തന്നെയാണ്. ഇത്രയും വിസ്തരിച്ച് അവർ പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം എന്തിനെ പറ്റിയാണ് മഞ്ഞ്, എന്തായിരിക്കും ഈ മഞ്ഞ് എന്ന്. അത് പക്ഷെ മനസ്സിലാക്കേണ്ടത് സയൻസിലൂടെ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അല്ലാതെ വെറും ഭാഷ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഭാഷ കൊണ്ടാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് എന്തോ കണ്ണുമുക്കുള്ള എന്തോ ഒരു ജീവിയാണെന്ന് വിചാരിക്കും. പക്ഷെ സയൻസിലൂടെയാണ് ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ മനുഷ്യനും മഞ്ഞുവിൻ്റെ അധീനതയിലാണ്. നമ്മൾ ഈ ശ്വസിക്കുന്നതും നമ്മളെ ശരീരം വളരുന്നതും നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുന്ന എല്ലാം ഈ മഞ്ഞുവിലൂടെയാണ്. ഇത്രയും വ്യക്തമായിട്ട് അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് വേദങ്ങളിലൂടെ നമുക്ക് ഈ മഞ്ഞ് എന്താണെന്നെല്ലാം രുദ്രഗണങ്ങൾ എന്താണെന്നെല്ലാം നമുക്ക് പിന്നീട് കാണാം. നമ്മുടെ യുദ്ധത്തിൽ അങ്ങ് ഞങ്ങളുടെ ബലമാണ്. യുദ്ധം പ്രയോഗിക്കുമ്പോഴും നമ്മൾ എന്തെല്ലാം ആയുധങ്ങളും വെടിമരുന്നുകളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാഹനങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ മഞ്ഞുവിൻ്റെ സഹായത്താൽ തന്നെയാണ്. ആ ടെക്നോളജിയിലൂടെയാണ്, മഞ്ഞു എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അത് നമ്മുടെ ബലമാണ്. ഈ മഞ്ഞുവിനെ സ്തുതിക്കാത്ത കാലത്ത് ഞങ്ങൾ യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. ഈ മഞ്ഞു ഇല്ലാത്ത കാലത്തോളം, ഈ മഞ്ഞുവിനെ സ്തുതിക്കാത്ത കാലത്ത്, ഇതിൻ്റെ മഹത്വം തിരിച്ചറിയാത്ത കാലത്ത്, ഈ മഞ്ഞുവിനെ പറ്റി മനസ്സിലായില്ല, ഈ മഞ്ഞുവിനെ എങ്ങനെ ഉപയോഗിക്കാമെന്നും മനസ്സിലാക്കാതെ ഇരിക്കുന്ന കാലത്ത് നമ്മൾ യുദ്ധത്തിൽ നിന്നും പോകാതെ പേടിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ മഞ്ഞുവിനെ സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ, അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി അതിനെ ഇങ്ങനെയെല്ലാം പ്രയോഗിക്കാമെന്ന് മനസ്സിലാക്കിയപ്പോൾ പിന്നെ നമ്മളെന്തായി, നമ്മൾ യുദ്ധത്തിനെല്ലാം തയ്യാറായിട്ട് നമ്മൾ ബലവാന്മാരായി. ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് മഞ്ഞുവിനെ മനസ്സിലാക്കാം. സയൻസിലൂടെ മനസ്സിലാക്കണം, അല്ലാതെ പറ്റില്ല. ഞങ്ങൾ നിങ്ങളെ സ്തുതിക്കുന്നതോടെ നിങ്ങൾ ശത്രുക്കളുടെ നേരെ പായുക. അപ്പം നമ്മൾ സ്തുതിക്കുമ്പോൾ ഇതിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഗുണഗണങ്ങളെ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ അതുകൊണ്ട് അതെന്ത് ചെയ്യും, ശത്രുവിൻ്റെ നേരെ പായും. ഇത് ശത്രുക്കളെ പോലും നശിപ്പിക്കും. ഈ ബാണങ്ങളായാലും വിമാനങ്ങളായാലും റോക്കറ്റായാലും മിസൈലായാലും എല്ലാം മഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഗുണഗണങ്ങൾ മനസ്സിലാക്കി സ്തുതിക്കുമ്പോൾ അത് പാഞ്ഞു പോയിട്ട് ശത്രുവിനെല്ലാം നശിപ്പിക്കും. നമുക്ക് ഒരുമിച്ച് ശത്രുക്കളെ നേരിടാം. അപ്പം നമുക്ക് ശത്രുക്കളെ നേടാൻ വേണ്ടിയുള്ള സംഗതിയാണ് ഈ മഞ്ഞു. അങ്ങ് ഞങ്ങളുടെ മഹത്വത്തിനായിക്കൊണ്ട് ഞങ്ങളുടെ ദക്ഷിണ ഭാഗത്തും ഏർപ്പിക്കുക. അപ്പം നമ്മളെ പക്ഷത്ത് തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് വേണം, നമുക്ക് സപ്പോർട്ടീവായിട്ട് ഈ സംഗതി വേണം. ആയുധമായാലും വെടിമരുന്നായാലും എല്ലാം എന്ത് തന്നെയാണ്, ഈ സംഗതികൾ ആണ്. അതിലൂടെ ശത്രുക്കൾ പൂർണ്ണമായി നശിക്കട്ടെ. അതോടുകൂടി എന്ത് പറ്റും, ശത്രുക്കളെല്ലാം നമ്മളെ തടസ്സങ്ങളെല്ലാം, ശത്രു എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും ഒരു പ്രതിബന്ധത്തെ അതിനെതിരായിട്ടുള്ള തടസ്സങ്ങളെ തട്ടി നീക്കിക്കൊണ്ടാണ് നമ്മളൊരു റോഡ് വെട്ടുന്നുണ്ടെങ്കിൽ തന്നെ ആ റോഡിൽ പല പ്രതിബന്ധങ്ങളുണ്ട്. ചെടി മരങ്ങളുണ്ടാകാം, അല്ലെങ്കിൽ പാറയുണ്ടാകാം. അതിനെല്ലാം വെട്ടി നീക്കിയിട്ടാണ്, ശത്രുതയെ മറികടന്നുകൊണ്ടാണ് നമ്മളൊരു റോഡ് വെട്ടുന്നത്. അപ്പം അവിടെയെല്ലാം വരുന്ന സംഗതിയാണ് ഈ മഞ്ഞു. ഞങ്ങൾ അതിനായി സോമരസത്താൽ ആഹൂതി നൽകുന്നു. സോമരസങ്ങളും അർപ്പിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട്. സോമത്തിലെല്ലാം അടങ്ങിയിരിക്കുന്ന സംഗതിയാണ് ഈ മഞ്ഞു. നമുക്കൊരുമിച്ച് സോമരസം പാനം ചെയ്യാം. അങ്ങനെ നമുക്കൊരുമിച്ച് സോമരസം പാനം ചെയ്യാമെന്ന് പറയുകയാണ്. അതായത് ഫലം അനുഭവിക്കുക. ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പം നമ്മൾ അതും ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളൊരു ചോറ് വെക്കാനാണെങ്കിൽ നമ്മൾ അരിയും വെള്ളവും കൊടുക്കുമ്പോൾ അത് അരിയും വെള്ളം അതെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് തരും, ചോറ് തരും. അപ്പം രണ്ടു കൂട്ടരും അനുഭവിക്കുകയാണ്, ഒരാൾ മാത്രമല്ല. അവിടെ നമ്മളെ സഹായിക്കുന്ന കക്ഷികൾ അരിയും വെള്ളവും അഗ്നിയെല്ലാം അതെടുക്കുന്നുണ്ട്. അതത് ഭക്ഷിച്ചിട്ട് അത് നമുക്ക് തിരിച്ചു തരുന്നില്ല, അതത് എടുത്തിട്ടാണ് നമുക്ക് ചോറ് തരുന്നത്. ഇപ്പം രണ്ടു കൂട്ടരും ഭുജിക്കുകയാണ്. അപ്പം നമുക്ക് ഒന്നിച്ച് സോമരസം പാനം ചെയ്യുക. നിങ്ങൾ ഒന്നെടുക്കും, നമ്മൾ കൊടുക്കുന്നത് നിങ്ങളെടുക്കും, എന്നിട്ട് നമ്മളെന്താണോ ഉദ്ദേശിച്ചത് അത് നമുക്ക് തരും. ഇത്രയും വ്യക്തമായി പറഞ്ഞതിൽ നിന്ന് മഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കാൻ വലിയ പാടൊന്നുമില്ല. എന്തായാലും സയൻസിലൂടെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേദങ്ങളിലൂടെ ബ്രഹ്മം തൊട്ട് പ്രപഞ്ചമുണ്ടായ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അവിടെ രുദ്രഗണങ്ങളെ പറ്റി എല്ലാം വ്യക്തമായിട്ട് പറയും. സയൻസിലൂടെ തന്നെ പറയും.
ഇപ്പോൾ സയൻസ് അറിയുന്നവർക്ക് സ്വയം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ.